കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഹെറോദോസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്രിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ. അവർ ദൈവത്തിന് മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കുവാൻ സക്രിയായ്ക്ക് കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്രിയ അസ്വസ്ഥനാകുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്രിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റോ ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങൾ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. സക്രിയ ദൂതനോട് ചോദിച്ചു, ഞാനിത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല. ജനം സക്രിയയെ കാത്തു നിൽക്കുകയായിരുന്നു. ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെപ്പറ്റി അവർ അത്ഭുതപ്പെട്ടു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്രിയയ്ക്ക് കഴിഞ്ഞില്ല. ദേവാലയത്തിൽ വച്ച് അവനേതോ ദർശനമുണ്ടായി എന്ന് അവർ മനസ്സിലാക്കി. അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും ഊമയായി കഴിയുകയും ചെയ്തു. തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈശോയുടെ തിരുപ്പിറവയ്ക്കായിട്ട് ഒരുങ്ങുന്ന നമ്മളെ ഓരോരുത്തരെയും ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളെ ഒരുക്കുകയാണ്. സഭാമാതാവ് വചനവിചിന്തനത്തിലൂടെ നമ്മളെ ഒരുക്കുന്നത് സക്കറിയ എലിസബത്ത് ദമ്പതികളുടെ ജീവിതങ്ങൾ നമുക്ക് മാതൃകയായി തന്നുകൊണ്ടാണ്. രണ്ടുപേരെക്കുറിച്ചും വചനം പറയുന്നത് അവർ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും ചിട്ടകളുമെല്ലാം കുറ്റമറ്റ വിധം പാലിച്ചിരുന്നവരായിരുന്നു. അതായത് അവരുടെ ജീവിതത്തിൽ ദൈവത്തോട് അത്രമാത്രം വിശ്വസ്തയോടെ ചേർന്നിരുന്നവരാണ്. പക്ഷെ അതിനുശേഷം വചനം പറയുന്നത് അവർക്ക് മക്കളില്ലായിരുന്നു. അവരുടെ ജീവിതത്തിലെ ഒരു വലിയ സങ്കടം, ഒരു വലിയ നൊമ്പരം അത് എടുത്തു പറയുകയാണ്. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ നടുവിലും ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. സാധാരണ നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതം ഒത്തിരിയേറെ പ്രശ്നങ്ങളും നമ്മുടെ പ്രതീക്ഷ പോലും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ചില സമയത്ത് ദൈവം പോലും നമ്മളെ ഉപേക്ഷിച്ചോ എന്ന് തോന്നിപ്പോകുന്ന അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും നമ്മൾ പലപ്പോൾ പ്രാർത്ഥന നിർത്തും, വിശ്വാസമൊക്കെ ഉപേക്ഷിക്കും. ഇതെല്ലാം ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഈ സക്കറിയ എലിസബത്ത് ദമ്പതികളുടെ മാതൃക നമുക്ക് ഒരു വലിയ ശക്തിയായിട്ട് മാറണം. അവിടെ ദൈവത്തോട് വിശ്വസ്തയോടെ ചേർന്നിരിക്കുക.
മനുഷ്യൻ്റെ ബുദ്ധിയും ശക്തിയും എല്ലാം അവസാനിക്കുന്നിടത്ത് കർത്താവിൻ്റെ കൃപ അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു എന്നുള്ളത് വചനത്തിലൂടെ നമ്മൾ കാണുന്ന കാര്യമാണ്. വീണ്ടും വചനം വായിച്ച് അവസാനിപ്പിച്ചത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവൾ പറഞ്ഞു, മനുഷ്യനിടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. അതായത് അത്രമാത്രം ഒരു വേദനയും നൊമ്പരയും അപമാനവും ഒക്കെ സമൂഹത്തിൽ നിന്ന് ഏറ്റെടുത്തിട്ടും ദൈവത്തെ ഉപേക്ഷിക്കാതെ ദൈവത്തോട് ചേർന്നിരുന്ന ഒരു കുടുംബത്തെയാണ് ഇന്ന് വചനത്തിൽ നമ്മൾ കാണുക. രണ്ടാമതായിട്ട് നമുക്ക് വചനത്തിൽ കാണാൻ പറ്റുന്നൊരു കാര്യം ഇതാണ്. അതായത് ദൈവത്തിൻ്റെ ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദമ്പതികളെ കാണാൻ പറ്റും. അതായത് ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അതായത് ദൈവം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല, എൻ്റെ സമയത്തിനനുസരിച്ചല്ല. അതായത് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സമയത്ത് ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും, അതിനുവേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ വചനത്തിൽ വീണ്ടും കാണുക. സുവിശേഷത്തിൽ സക്കറിയ എലിസബത്ത് ദമ്പതികൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ നിറയുവാനും ദൈവം ഇടപെടുന്നത് അതിനുവേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ലഭിച്ചത് ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാനായി വിളിക്കപ്പെട്ട എലിയായുടെ തീക്ഷ്ണതയോടെ കടന്നു വന്ന സ്നാപക യോഹന്നാനെയാണ് അവർക്ക് കിട്ടിയത്. വീണ്ടും നമ്മൾ കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അതായത് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് ദൈവത്തിനൊരു സമയമാണ്. ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാകുമ്പോൾ വലിയ അത്ഭുതങ്ങൾ കാണും. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയും പറഞ്ഞത്, ശക്തനായവൻ എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ചെറിയ കാര്യങ്ങളൊന്നുമല്ല, വലിയ കാര്യങ്ങൾ. ദൈവം പ്രവർത്തിക്കുന്ന വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്നവരായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറണം. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് നമ്മൾ വീണ്ടും സുവിശേഷത്തിൽ കാണുന്ന കാര്യം, സ്നാപക യോഹന്നാനെ കുറിച്ച് ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞൊരു കാര്യം. അത് ദൈവം പറഞ്ഞ കാര്യം, അനേകരെ കർത്താവിലേക്ക്, ഇസ്രായേൽ മക്കളിൽ അനേകരെ കർത്താവിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ അവന് സാധിക്കും. അതിനുവേണ്ടി അതായിരുന്നു സ്നാപക യോഹന്നാന് കൊടുത്ത ഒരു വലിയ ദൗത്യം. അതായത് ക്രിസ്തുവിന് വേണ്ടി അവരെ ഒരുക്കുവാൻ, ജനത്തെ ഒരുക്കുവാനും ക്രിസ്തുവിലേക്ക് ആളുകളെ എത്തിക്കുവാനും ആ ഒരു വലിയ ദൗത്യം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ക്രിസ്തുമസിന് വേണ്ടി തിരുപ്പിറവിക്കായിട്ട് ഒരുങ്ങുന്ന ഈ ഒരു കാലയളവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യം ഇത് തന്നെയാണ്. അതായത് നമ്മുടെ ജീവിതം കർത്താവിലേക്ക് കൊടുക്കുവാനും അതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവരെ കൂടെ കർത്താവിലേക്ക് അടുപ്പിക്കാനായിട്ടുള്ള ഒരു വലിയ ദൗത്യം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് ഈ വചനഭാഗം നമുക്ക് തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഒത്തിരിയേറെ നൊമ്പരങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ ദൈവം പോലും നമ്മളെ ഉപേക്ഷിച്ചു എന്ന് തോന്നിപ്പോകുന്ന ചില അനുഭവങ്ങളിലൂടെ, ഭാരപ്പെടുത്തുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തോട് വിശ്വസ്തയോടെ ചേർന്നിരിക്കുക. എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം സന്തോഷം തന്നാലും അതുപോലെ തന്നെ സങ്കടങ്ങൾ തന്നാലും കർത്താവിൽ നിന്ന് ഒരിക്കലും ഞാൻ മാറിപ്പോകത്തില്ല, ദൈവത്തോട് വിശ്വസ്തയോടെ ചേർന്നിരിക്കുമെന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ ആത്മീയതയുടെ ഒരു വലിയ ഉത്തരവാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടണമെന്നുള്ള മനോഭാവത്തെക്കാൾ ഉപരിയായിട്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടും. അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാനായിട്ടുള്ള കൃപയും. അതുപോലെ സ്നാപക യോഹന്നാന് ലഭിച്ച അതേ ഉത്തരവാദിത്വം ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനുമുള്ളൊരു വലിയ ദൗത്യം നമുക്കുണ്ടെന്ന് തിരിച്ചറിവോടുകൂടെ നമുക്ക് ഈ ഒരു വിശുദ്ധ ബലിയിൽ ചേർന്ന് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത്, കർത്താവെ ഈ കൃപയാലും അഭിഷേകത്താലും ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.